പുതിയ സർപ്രൈസ് തന്നെയാണ്. നമ്മുടെ ബിസിനസ് ഓണേഴ്സിനും അതുപോലെ നമ്മുടെ സ്റ്റുഡിയോ ഓണേഴ്സിനും ഇവർക്ക് എല്ലാവർക്കും പ്രാക്ടിക്കലായിട്ട് എങ്ങനെ അവരുടെ വിസിബിലിറ്റി ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെ. അപ്പൊ അതിനകത്തേക്ക് ഒരു ഗസ്റ്റ് ടോക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള സാധനം തന്നെയാണത്. പക്ഷെ നമ്മളതിൻ്റെ പുതിയൊരു പേരിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് നമ്മൾ BTalk TV എന്നുള്ള രൂപത്തിലാണ് സാധനം വരുന്നത്. പ്രമുഖരായ കുറേ ആൾക്കാർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചാനലിൽ വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ സ്റ്റോറികൾ വന്നിട്ടുണ്ട്. അതിനിപ്പോൾ നമ്മളുടെ ഈ നാട്ടിലുള്ള ആളുകൾ അവരുടെ ഒരു നെക്സ്റ്റ് ലെവൽ ജേണിയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്കിതിനെ മാറ്റുക എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ചാനൽ എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തത്. ഈ ചാനലിൻ്റെ വിശേഷങ്ങളായിരിക്കും ഇന്ന് കൂടുതലായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇതെങ്ങനെയാണ് വർക്കാവുക, ഇതുകൊണ്ടുള്ള മെച്ചം എന്താണ്, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ചാനലിൽ നമ്മൾ പ്രൈമറിലി ഇത് വേണമെങ്കിൽ ഇതേപോലുള്ള ഡിസ്കഷൻ ആയിരിക്കാം. ചിലപ്പം ഒരേ കാറ്റഗറിയിൽ ഒരേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ 5-6 പേര് സ്ട്രാറ്റജികൾ ഡിസ്കസ് ചെയ്യുന്ന എൻ്റെത് ഫോട്ടോഗ്രാഫി ഫീൽഡാണ്. അത് എങ്ങനെ സെമിയെ സംബന്ധിച്ചുള്ള ഫോട്ടോഗ്രാഫി മേഖലയിലുള്ള ഒരു 5-6 വിദഗ്ധർ ഒരുമിച്ചിരിക്കുന്നു. നമ്മൾ ഇതേപോലെ ചർച്ച ചെയ്യുന്നു. എന്തൊക്കെയാണ് ഫോട്ടോഗ്രാഫി രംഗത്തിൽ ഫ്യൂച്ചർ എന്താണ്, ഫോട്ടോഗ്രാഫി രംഗത്ത് പിന്നെ ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണ്, പുതിയ സ്ട്രാറ്റജി എങ്ങനെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്, പുതിയ കാലത്തിനനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോരുത്തരുടെ മൈൻഡിലും ഐഡിയാസ് ഉണ്ട്. ആ ഐഡിയാസ് നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരു ഡിസ്കഷൻ എന്നുള്ള രൂപത്തിൽ നമുക്കിത് കാണാൻ പറ്റും. സ്ട്രാറ്റജിക് ഡിസ്കഷൻ എന്ന് പറയാൻ പറ്റും. പിന്നെ ഓരോരുത്തരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ സമീപം ഏകദേശം 15-20 വർഷത്തോളമായിട്ട് ഫോട്ടോഗ്രാഫിക് വീഡിയോഗ്രാഫി രംഗത്തുണ്ട്. ഒരു വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് നമ്മൾ എവിടെയും ഷെയർ ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ, ഈ TV യിൽ നമുക്കത് ഷെയർ ചെയ്യാനുള്ളൊരു അവസരം. ഒരു ചെറിയ സംഭവമായിരിക്കാം, പക്ഷെ ആ സംഭവത്തിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനൊരു സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള നിലക്ക്, ഒരു കോൺസെപ്റ്റ് ഡെവലപ്പർ എന്നുള്ള നിലക്ക് ഇത്തരം ആളുകൾക്ക് ആ ഒരു സ്പോട്ടിൽ വെച്ചിട്ട് തന്നെ പല കാര്യങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. പുതിയ സ്ട്രാറ്റജികൾ നമുക്കവിടെ കത്താനുള്ള സാധ്യതയുണ്ട്. നമ്മളൊരു മേഖലയിൽ മാത്രം ഊന്നിക്കൊണ്ട് ആ ഒരു മേഖലയിലുള്ള കാര്യങ്ങൾ, അവിടുത്തെ സ്റ്റോറികൾ, അവിടുത്തെ എക്സ്പീരിയൻസുകൾ, അവിടുത്തെ സ്ട്രാറ്റജികളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ പുതിയ സാധനങ്ങൾ കണ്ടെത്താൻ കഴിയുന്നതാണ്. അതാണ് ഇപ്പം ഒരു മേഖല, ഇപ്പോൾ ഫോട്ടോഗ്രാഫിക് മേഖലയെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു എക്സ്പ്ലോറേഷനാണ്. പിന്നെ നല്ല നെറ്റ്വർക്ക്, സൂപ്പർ നെറ്റ്വർക്ക്. കാരണം വരുന്ന ആളുകളൊന്നും മോശക്കാരാവാൻ വഴിയില്ല. കാരണം ആ ഒരു രംഗത്ത് തിളങ്ങി നിന്ന ആളുകൾ, ആ രംഗത്ത് കുറേ കോൺട്രിബ്യൂഷൻ കൊടുത്ത ആളുകൾ, ആ രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ ആയിരിക്കും, ഐഡിയാസ് ഉള്ള ആളുകളായിരിക്കും വരിക. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന നെറ്റ്വർക്ക് അടിപൊളിയാണ്. പിന്നെ എന്താണ് വിസിബിലിറ്റി ആണല്ലോ മെയിൻ. ഓക്കെ, അപ്പോൾ സെമി ഓൾറെഡി എന്താണ് ബ്രാൻഡ് വിഷ്വലൈസർ എന്നുള്ള രൂപത്തിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാമോടുകൂടി നമ്മൾ ഓരോരുത്തരുടെയും റേഞ്ച് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ സെമി ഇപ്പോൾ ബ്രാൻഡ് വിഷ്വലൈസർ ആണെങ്കിൽ ഈ ഒരു സംഭവത്തോടു കൂടി നമ്മൾ ഒന്നുകൂടി നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യും. പ്രീമിയം ബ്രാൻഡ് വിഷ്വലൈസർ എന്നുള്ള രീതിയിലേക്ക് മാറുക, ഷിഫ്റ്റ് ആക്കപ്പെടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഫോട്ടോഗ്രാഫി രംഗത്ത് ഇപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് നമ്മൾ ഡിസ്കഷൻ നടത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എങ്ങനെ നമുക്ക് ഇതിനെ പ്രീമിയം ആക്കാം. കാരണം ഇതിൻ്റെ എൻഡ് യൂസേഴ്സ്, ഇതിൻ്റെ ഫൈനൽ യൂസേഴ്സിന് ബെനിഫിറ്റ് കിട്ടുന്ന രൂപത്തിൽ അവർക്കും കൂടിയും ഒരു പ്രീമിയം എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ, ഒരു പ്രീമിയം ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്ന രീതിയിലേക്ക് നമ്മളൊരു സ്ട്രാറ്റജിക്കൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതൊരു പ്രീമിയം പ്രൊഡക്റ്റായി മാറും. ക്വാളിറ്റി വൈസ് മാത്രമല്ല, എല്ലാ നിലക്കും ഒരു പ്രീമിയം രീതിയിലേക്ക് ഉള്ളൊരു സൊല്യൂഷനായിട്ട് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നതിൽ നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്ട്രാറ്റജികളൊക്കെ അവിടെ വരും. പുതിയ സാധനങ്ങൾ വരും, പുതിയ സൊല്യൂഷൻസ് വരും, പുതിയ മേഖലകൾ വരും. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഒരു പ്രീമിയം റേഞ്ചിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് എല്ലാ മേഖലയിലും അല്ലേ? എല്ലാ മേഖലയിലും പറ്റുന്നില്ല. അപ്പം ഞാൻ സെമി ഇപ്പോൾ ഓൾറെഡി ഫോട്ടോഗ്രാഫിക് വീഡിയോഗ്രാഫിക് മേഖല ആയതുകൊണ്ട് ഞാൻ അതിനെ പറയുന്നു എന്നുള്ളതാണ്. മെഡിക്കൽ രംഗത്താവാം. ഇപ്പം നമ്മൾക്ക് തന്നെ ഒരുപാട് 360 ഡിഗ്രിയിലെ പാർട്ട്നേഴ്സ് ഉണ്ട്. അവർ ഓരോ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഡെയിലി വിയർ എക്സ്പേർട്ട് ഉണ്ട്, മെഡിസിൻ എക്സ്പേർട്ട് ഉണ്ട്, അതേപോലെ തന്നെ ഒരു സെക്കൻഡ് ഇൻകം എക്സ്പേർട്ട് ഉണ്ട്, പാസീവ് ഇൻകം എക്സ്പേർട്ട് ഉണ്ട്. ഇവരൊക്കെ അവരവരുടെ ആ ഒരു ടാഗ് ലൈനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊക്കെ സ്പേസ് ഉണ്ട്. അവരുടെ മേഖലയിലുള്ള ആളുകളെ കണക്ട് ചെയ്യാനും ആ മേഖലയിലുള്ള ആളുകളുമായിട്ട് നെറ്റ്വർക്ക് ചെയ്യാനും അവരുടെ വിസിബിലിറ്റിയിലൂടെ അവരൊരു പ്രീമിയം റേഞ്ചിലേക്ക്, പ്രീമിയം രീതിയിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ, ഈ ഒരു TV ചാനലിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്.
അപ്പോൾ അതാണ് അതിലുള്ള ഒരു കാര്യം. ബെനിഫിറ്റ്. ഓക്കെ. പിന്നെ മറ്റൊരു ലക്ഷ്യം എന്താ വെച്ചാൽ നമ്മളൊരു 100 സ്റ്റാർട്ടപ്പുകൾക്ക് തുടക്കം കുറിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 100 സ്റ്റാർട്ടപ്പുകൾ. ഇപ്പോൾ നമ്മളിപ്പം ഓൾറെഡി ഇപ്പം സെമിയുടെ അണ്ടറിൽ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് വന്നു. പുതിയ ബ്രാൻഡ്. ആ ബ്രാൻഡിന്റെ പേര് യങ് യു എന്നുള്ളൊരു ബ്രാൻഡ്. മേക്കപ്പ് രംഗത്തുള്ള ഒരു പുതിയ ഒരു ഡിഫറെൻ്റ് യങ് യു ഡെയിലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അത് സ്റ്റാർട്ട് ചെയ്തു, വളരെ മനോഹരമായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു പുതിയൊരു സ്റ്റാർട്ടപ്പ് വന്നു. ഇതുമായിട്ട് അസോസിയേറ്റ് നിൽക്കുന്ന ഓരോ ആളുകൾക്കും ഓരോ സ്റ്റാർട്ടപ്പ് എന്നുള്ളത് നമ്മുടെ സ്വപ്നമാണ്. നമ്മൾ കൂടെ നിൽക്കുന്ന ആളുകൾക്കും നമ്മളെ ടീമിൻ്റെ, അതായത് നമ്മുടെ സുഹൃത്തുക്കൾക്കും ഓരോ സ്റ്റാർട്ടപ്പുകൾ എന്നുള്ളത് 100 സ്റ്റാർട്ടപ്പുകൾക്ക് നമ്മൾ തുടക്കം കുറിക്കാനുള്ള പദ്ധതിയാണ്. അപ്പോൾ അത് നമ്മളിതിലൂടെ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഈ ഒരു സംഭവത്തിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു എല്ലാവരും ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിൽ ഒരു വിഷ്വലി സൊല്യൂഷൻ കൊടുക്കുന്ന ആൾക്കാരാണ്. അത് വിഷ്വൽ പ്രസൻറ്റേഷന് ആവശ്യമായ ഫോട്ടോഗ്രാഫി ആണെങ്കിലും വീഡിയോഗ്രാഫി ആണെങ്കിലും ആ രംഗത്ത് സൊല്യൂഷൻ കൊടുക്കുന്ന ആൾക്കാരാണ്. ഇതിനൊരു പ്രീമിയം വൽക്കരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരൊക്കെ എന്ന് വെച്ചാൽ അവരുടെ ഒരു ചെറിയ പ്രമേസിലും ചെറിയ രീതിയിലും മുന്നോട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊരു പുതിയ എക്സ്പോഷർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നമ്മളുടെ ഈ ഒരു ബീടോക്ക് TV-യിലൂടെയുള്ള ഡിസ്കഷനിലൂടെ ആ ഒരു കൊളാബറേഷൻ സിറ്റിംഗ് ആണല്ലോ. അപ്പോൾ വെറുതെ ഒരു ചാനലിൽ വെറുതെ വന്നിരുന്ന എന്തെങ്കിലും വിഷയം ഡിസ്കസ് ചെയ്ത് പോകാൻ, അവിടെ സംതിങ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ അവർ നിലവിലുള്ള അവരുടെ സൊല്യൂഷനെ ഒരു പ്രീമിയം സൊല്യൂഷനാക്കി മാറ്റുക. ഫോട്ടോഗ്രാഫി ആവട്ടെ, വീഡിയോഗ്രാഫി ആവട്ടെ, എന്തോ ആവട്ടെ, അതിനൊരു പ്രീമിയം സൊല്യൂഷനാക്കി മാറ്റാനുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ അവിടെ കൊണ്ടുവരുന്നത്. പ്രാക്ടിക്കലാണ് എന്നുള്ളതാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊക്കെ നമുക്ക് മൂന്നാമത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു വെന്യൂ ഉണ്ട്. ഒരു അടിപൊളിയായിട്ട് ആളുകൾക്ക് പ്രസൻറ്റ് ചെയ്യാനും ഒരു നല്ല വെളിച്ചത്തിൽ, നമ്മൾ വെള്ളി വെളിച്ചം എന്നൊക്കെ പറയാമല്ലോ, ആ വെളിച്ചത്തിൽ ഇരുന്നിട്ട് നല്ലൊരു പ്രിമൈസിൽ സൗണ്ട് പ്രൂഫോട് കൂടി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും അവതരിപ്പിക്കാനും പറ്റിയൊരു വെന്യൂ. അപ്പോൾ നമ്മുടെ വൺ കാസ്റ്റ് സ്റ്റുഡിയോൻ്റെ ഒരു പുതിയൊരു സംവിധാനം വരും. അതായത് ഒരു പ്രീമിയം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രീമിയം ലെവലിലുള്ള ഒരു സൊല്യൂഷനെ കൃത്യമായിട്ട് ആളുകൾക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സ്റ്റുഡിയോ സെറ്റപ്പ്. ഓക്കെ. അത് അവർക്ക് കൃത്യമായിട്ട് വലിയ ബിഗ് സ്ക്രീനിൽ അവരുടെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനും അവരെന്ത് സൊല്യൂഷനാണ് ആളുകൾക്ക് കൊടുക്കുന്നത് ആ സൊല്യൂഷൻ ആവശ്യമുള്ള ആളുകളെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ സ്റ്റുഡിയോനെ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യണം. ഒരു പുതിയ രീതിയിലേക്ക് സ്റ്റുഡിയോനെ കൊണ്ടുവരികയാണ്. അപ്പോൾ സാധാരണഗതിയിൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു പ്രമേസ് മാത്രമായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ പ്രീമിയം സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള, അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു വെന്യൂ ആയിട്ട് നമ്മുടെ സ്റ്റുഡിയോനെ മാറ്റുകയാണ് എന്നുള്ളതാണ്. അപ്പം അത് ഇവിടെ ഈ പരിസരം മഞ്ചേരിയിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് നമ്മുടെ സ്റ്റുഡിയോ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ കാലിക്കറ്റിൽ ഹൈലൈറ്റ് മാളിലും ഇതേ സംവിധാനം ആലോചിക്കുന്നുണ്ട്. കെ റഹ്മാൻ സാറിൻ്റെ ഒക്കെ ഇതിൽ വരുന്ന ഒരു പ്രീമിയസ് നമ്മൾ അവിടെയും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആളുകൾക്ക് ഇതേപോലത്തെ അവരുടെ ഒരു പ്രീമിയം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, ഒരാൾക്കൊരു വലിയൊരു വില്ല വിൽക്കാനുണ്ട്, അയാൾക്ക് ഒരു അടിപൊളി സൊല്യൂഷൻ സെക്കൻഡ് ഹോം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മളെ കൂട്ടത്തിൽ തന്നെയുള്ള ജംഷി പ്രൊമോട്ട് ചെയ്യുന്നൊരു സംഭവമാണ് സെക്കൻഡ് ഹോം എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആംബിയൻസിൽ വേണം ഇത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ആംബിയൻസാണ് നമ്മളോട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ആ ബിഗ് സ്ക്രീനിൽ ആ കാര്യങ്ങൾ ഓരോന്ന് കണ്ടുകൊണ്ട് കൃത്യമായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സൊല്യൂഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ആ സ്ക്രീനിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു നല്ലൊരു പ്രസൻറ്ററുടെ സപ്പോർട്ടോടുകൂടി വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരോരോ മേഖലയിൽ എക്സ്പെർട്ടൈസ് ചെയ്യുന്ന, കാരണം ഈ സംസാരത്തിനിടയിൽ സാധാ ലെവലിൽ അവരുടെ ഉള്ളിൽ നിന്നുള്ള അവരുടെ ടോക്കുകൾ വരും. ഒരു നാച്ചുറൽ ടോക്കുകൾ. ആ നാച്ചുറൽ ടോക്കുകൾ നമുക്ക് റീലുകളാക്കി മാറ്റാം. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എഡിറ്റിംഗ് റൂമുണ്ട്, സംവിധാനമുണ്ട്. ആ സംവിധാനം അവർക്കും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അത്തരം റീലുകൾ, ഇപ്പോൾ ഓരോരുത്തർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ ഹ്യൂമർ, അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കുറേ വാല്യൂസ്, കുറേ സംതിങ് അവർ സൊസൈറ്റിയോട് പറയണം എന്ന് ആഗ്രഹിക്കുന്ന സംഭവങ്ങളൊക്കെ റീലുകളാക്കി മാറ്റാനുള്ള നമ്മൾ റീൽ ലാബുണ്ട്. ആ റീൽ ലാബിൽ വെച്ചിട്ട് നമുക്കത് റീലുകളാക്കി ആവശ്യക്കാർക്ക് പുറത്തിറക്കി കൊടുക്കാൻ നമുക്കിത് സഹായിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ഇതിനെ ഒരു ലോങ് വീഡിയോ, കാരണം നമ്മളിപ്പോൾ ഈ ചർച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പ്രത്യേകിച്ച് ആ മേഖലയിൽ ഇപ്പോൾ ഫോട്ടോഗ്രാഫിക് ലെവലിലുള്ള ചർച്ച എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി രംഗത്തുള്ള എല്ലാ ആളുകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ചർച്ചയായിരിക്കും. ആ ചർച്ചകൾ വേണമെങ്കിൽ കൊച്ചു കൊച്ചു വീഡിയോ ആക്കി നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട്
അവർക്ക് ഉപയോഗിക്കാൻ. അപ്പോൾ ഓരോ ആളുകൾ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കുറേ പോയിന്റുകൾ ഉണ്ടാവും, അത് അവർക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ 360 ഡിഗ്രി പ്ലാറ്റ്ഫോം, ഇപ്പോൾ ഇവരൊക്കെ കൊടുക്കുന്ന ഒരു സൊല്യൂഷൻ ആണല്ലോ, ഈ സൊല്യൂഷൻ നേരെ പ്ലഗ് ചെയ്ത് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്കുണ്ട്, 360 ഡിഗ്രി പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിനെ ശരിയായ രൂപത്തിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് ഈ ഒരു ചർച്ച കഴിയുമ്പോൾ കിട്ടും, ഐഡിയ കിട്ടും. അപ്പോൾ നേരെ അവർക്ക് എന്ത് ചെയ്യാം, പ്ലഗ് ഇൻ ചെയ്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൽ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പ്രീമിയം സെല്ലിങ് എങ്ങനെയാണ്, പ്രീമിയം സൊല്യൂഷൻ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുക, എങ്ങനെയാണ് അവർ നിലവിലുള്ള പ്രൊഡക്റ്റിനെ ഒരു പ്രീമിയം രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഇതൊക്കെ അവർക്ക് പ്രാക്ടിക്കലി പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അതും അവർക്ക് ഇവിടെ ഈ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് അവർ നെക്സ്റ്റ് ലെവൽ അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. ഈ ഒരു പ്രീമിയം സെല്ലിംഗ് സൊല്യൂഷൻ ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും. അതിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ ഷേപ്പ് ചെയ്യുക, ഡിസൈൻ ചെയ്യുക ചെയ്യുമ്പോഴാണ് അതൊരു സൊല്യൂഷൻ, ഒരു പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷനായിട്ട് മാറുന്നത്. പിന്നെ അതിനൊരു ബ്രാൻഡ് വാല്യൂ കൊടുക്കുക, അല്ലെങ്കിൽ ബ്രാൻഡ് ഇമേജ് കൊടുക്കുമ്പോൾ അതൊരു റിയൽ പ്രൊഡക്റ്റ്, സെല്ലബിൾ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഡയറക്റ്റ്ലി കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അത് മാറുന്നതാണ്. അപ്പം അത്തരത്തിൽ അവരുടെ കയ്യിലുള്ള ആ സൊല്യൂഷനെ ഒരു പ്രൊഡക്റ്റാക്കി മാറ്റാനും ആ പ്രൊഡക്റ്റിനെ അവരുടെ ഉള്ളിൽ തന്നെയുള്ള, അല്ലെങ്കിൽ അവരുടെ നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ തന്നെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ഉള്ളിലുള്ള ആളുകൾ അത് അക്കൗണ്ടബിളായിട്ട് അത് ഏറ്റെടുത്ത് അതിനൊരു സ്റ്റാർട്ടപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം നമുക്ക് W എന്ന് പറയുന്ന സംവിധാനമാണ്. W അവരെ തന്നെ ഡബിൾ ആക്കാൻ പറ്റുന്ന ആ സംവിധാനവും ഈ ഒരു സിറ്റിങ്ങിലൂടെ തന്നെ അവർക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനും അതിലേക്ക് അവർക്ക് വരാനും ഉള്ളൊരു അവസരം ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റ്. അതേപോലെ നമ്മൾ പറഞ്ഞ 100 കണക്കിന് സ്റ്റാർട്ടപ്പുകൾ ഈ ഒരു ചർച്ചയുടെ ഉള്ളിൽ നിന്ന് വരും. ഫോട്ടോഗ്രാഫി മേഖലയിലൊക്കെ തന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്റ്റാർട്ടപ്പ് ചർച്ചകൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകളും പുതിയ പുതിയ കോൺസെപ്റ്റുകളൊക്കെ അവിടെ ഡെവലപ്പ് ആവുന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു വേദിയാണ് ഒരു പ്രോഗ്രാം ബിടോക് TV എന്നുള്ളത്. ഏകദേശം 10ഓളം സെഗ്മെന്റുകൾ സാർ ഇതിനകത്ത് പറഞ്ഞു. ഓക്കെ, ഇത് 10ഓളം സെഗ്മെന്റുകൾ ആദ്യഘട്ടത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ ഓരോ ചർച്ചയിൽ നമ്മളൊരു 5 to 5 പേരാണ് ഓരോ ചർച്ചകളിലും ഉണ്ടാവുക. ഒരു മേഖലയിൽ നിന്നുള്ള ഒരു 6 പേരുണ്ടെങ്കിൽ നമുക്ക് ആ ചർച്ച അവർക്കും ബെനിഫിറ്റ് ഉണ്ടാകും. കാരണം 6 ആംഗിളിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ആശയങ്ങളും ഒക്കെ ആയിട്ട് രസമായിരിക്കും അത്. അപ്പൊ ആ ഒരു മേഖലയിൽ ഇവർ തമ്മിലുള്ള ഒരു കൊളാബറേഷൻ സാധ്യമാവും. ഇന്റേണൽ കൊളാബറേഷൻ സാധ്യമാവും, എക്സ്റ്റേണൽ പുറത്തു പോയിട്ട് അവർക്ക് കൊളാബറേറ്റ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. അവർക്ക് ഭാവിയിൽ അത് വെച്ച് ബിസിനസ് ചെയ്യാനും പറ്റും, അവർക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനും സ്കെയിൽ അപ്പ് ചെയ്യാനൊക്കെ പറ്റും. അതൊക്കെ ഈ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് പ്രൈമറി ഘട്ടത്തിൽ ഫ്രീ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ, ഫ്രീ ആണ്, അവർക്ക് ചാർജ് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ നമ്മളെ കണക്ട് ചെയ്യാം. ഡെഫിനറ്റ്ലി ഇത് നല്ലൊരു ഈ സംഭവത്തിൽ കണക്ട് ചെയ്യാം. ഈ ഒരു സംഭവത്തിന് അവർക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. എന്നാൽ അപ്പം തന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ അത് ചാനലുകളിൽ അപ്ലോഡ് ആവും. നമ്മളെ വൺകാസ്റ്റ് സ്റ്റുഡിയോയുടെ ചാനലുണ്ട്, അതേപോലെ തന്നെ ബിടോക്കിൻ്റെ ചാനലിലും ബ്രാൻഡ് സ്റ്റോറീസിൻ്റെ ചാനലിലൊക്കെ ഇത് അപ്ലോഡായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ്.